So, hello guys. So, we are welcome to the third episode. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെഡിറ്റേഷനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ എങ്ങനെ സ്പിരിച്വൽ ഹെൽത്ത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാം മെഡിറ്റേഷനിലൂടെ. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചില്ല. ഇപ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോവാം. പക്ഷേ വാട്ട് ഈസ് സ്പിരിച്വൽ ഹെൽത്ത്? ഇവൻ ഐ ഡോണ്ട് നോ. നമുക്ക് കൂടുതൽ സ്വാമിയിലൂടെ അറിയാം. ഓക്കെ, വെൽക്കം സർ. താങ്ക് യു. നമസ്തേ. നമസ്തേ. സോ ഈ സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്തിനെ പറ്റി കുറച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് ദ സെൽഫ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സിമ്പിളായ എക്സാമ്പിൾ നോക്കി. അതായത് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് അവർ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ബ്രിങ് ദ പേഷ്യൻറ്റ് ഇൻ. യെസ്, റൈറ്റ്. പിന്നെ ഡോക്ടേഴ്സ് അവൻ്റെ അടുത്ത് ഓപ്പറേറ്റ് ചെയ്യാണ്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ലേറ്റ് ആയിപ്പോയി, സോ ഹി എക്സ്പയർസ്. അപ്പം ഡോക്ടേഴ്സ് എന്ത് പറയും, നിങ്ങൾ എന്ത് പറയും? ടേക്ക് ദി ബോഡി ഔട്ട്. അപ്പോൾ ഈ പേഷ്യൻറ്റും ബോഡിയിൽ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം വരുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? യൂസ്വലി വേർഡിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പേഷ്യൻറ്റ് ആൻഡ് ദി ബോഡി? എപ്പോഴാണ് പേഷ്യൻറ്റ് എന്ന് പറയുന്നത്, എപ്പോഴാണ് ബോഡി എന്ന് പറയുന്നത്? ലൈഫ് ഉള്ള സമയത്ത് അതൊരു പേഷ്യൻ്റായി, ലൈഫ് ഇല്ലാത്ത സമയത്ത് അവരൊരു ബോഡിയായി. അപ്പം നമ്മൾ ഇനിയിപ്പം നമ്മൾ ചോദ്യത്തിൽ വരുന്നത് പിന്നെ വാട്ട് ഈസ് ലൈഫ്? ആ ലൈഫിനെ പറ്റി മനസ്സിലാക്കുന്നതാണ് ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സ്പിരിച്വൽ ഹെൽത്ത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ സപ്പോസ് ഇപ്പം നിങ്ങൾ മെഡിക്കൽ സയൻസിൽ പഠിക്കുവാണ്, ആരെങ്കിലും യുനോ ഹു വാണ്ട്സ് ടു ഡു സം സോഷ്യൽ സർവീസ്, ആരെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ദേ വാണ്ട് ടു ഡൊണേറ്റ് ദർ കോർണിയ, ചെയ്യാൻ പറ്റുമോ? Yes, you can donate the cornea, right? Suppose there is one person is about to die. Okay. അവരുടെ നമുക്ക് പല ഓർഗൻസ് എടുത്തിട്ട് വേറെ ഒരാളെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പം ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഈ കോണിയ ഇവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ദ സെയിം കോണിയ വെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹിയർ ഇറ്റ് ഈസ് ഏബിൾ ടു സീ, ഇറ്റ് ഈസ് ഏബിൾ ടു ഡു എ ഫംഗ്ഷൻ. ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല? തിരിച്ചങ്ങനെ ചെയ്യാൻ പറ്റും. അതെ, വൈ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഡു? യെസ്, അവിടെയാണ് അതിനെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ് വാട്ട് ഈസ് കോൾഡ് ആസ് എ സ്പിരിച്വൽ ഹെൽത്ത്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനെ പറ്റി വളരെ കൂടുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മേ ബി യു ആർ സ്റ്റഡിങ് അബൌട്ട് ആനറ്റമി, യു ആർ സ്റ്റഡിങ് അബൌട്ട് ഫിസിയോളജി, യു ആർ സ്റ്റഡിങ് അബൌട്ട് എവറിത്തിങ്. ബട്ട് വിച്ച് ഈസ് ദാറ്റ് എനർജി വിച്ച് ഈസ് റണ്ണിങ് ദിസ് ബോഡി? അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെന്ന്, ഈ പെന്ന് ഇവിടുന്ന് എടുക്കുവാണ്. സോ ഐ എം ഡൂയിങ് സം ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക ഡോക്ടർക്ക്? അത് സിഗ്നൽ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്തിട്ടാകുമ്പം അതിനനുസരിച്ച് നമ്മൾ മൂവ്മെന്റ് വരും. കറക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യാണ്, ഐ വോണ്ട് ടു ലിഫ്റ്റ് ദിസ് പെൻ. അപ്പോൾ തോട്ട് ക്രിയേറ്റ് ചെയ്ത പാട് ബ്രെയിൻ ആ സിഗ്നൽ തരുന്നു, ജസ്റ്റ് കറക്റ്റ് മീ. ബ്രെയിൻ അതിനെ ഡീകോഡ് ചെയ്തതിന് ശേഷം ഇറ്റ് സെൻഡ്സ് എ സിഗ്നൽ ബാക്ക്. അങ്ങനെ നമ്മൾ പെന്ന്, അപ്പോൾ സിഗ്നൽ തന്ന പാട് നമ്മൾ ഈ പെന്ന് എടുക്കുവാണ്, റൈറ്റ്? നൗ ഐ എം ഡെഡ്. ആ സിഗ്നൽ പോകുന്നില്ലല്ലോ. അപ്പോൾ സിഗ്നൽ കൊടുക്കുന്ന ആരാണ്? അത് ബ്രെയിൻ ആണോ? നമ്മൾ ടച്ച് സെൻസേഷനിലേക്കൂടെ സിഗ്നൽ ഇവിടെ വരുക. സോ ദ ഹോൾ തിങ് ഹാപ്പൻസ് ഇൻ ദ ബ്രെയിൻ. റൈറ്റ്. പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടും ബ്രെയിൻ ഉണ്ടല്ലോ അവിടെ. പിന്നെ എന്തുകൊണ്ട് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നില്ല? Because the person is dead. The person is dead. Yes. അല്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Suppose we say human being. Okay. We call it as human being. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി. ആ ബീയിങ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വിച്ച് ഈസ് ദറ്റ് ബീയിങ്? ആൻഡ് ദെർഫോർ ഇൻ മെഡിറ്റേഷൻ ഈസ് വി ഷിഫ്റ്റ് ഫ്രം ദറ്റ് റോൾ കോൺഷ്യസ്നെസ് ടു റിയൽ കോൺഷ്യസ്നെസ്. ഓക്കെ. നമ്മൾ പല റോൾസിൽ നമ്മളിപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജെൻഡർ, നമ്മുടെ കാസ്റ്റ്, നമ്മുടെ ക്രീഡ്, നമ്മുടെ റിലീജിയൻ, ഞാൻ ഏത് സ്റ്റേറ്റിലാണ്, വിച്ച് കൺട്രി ഡു ഐ ബിലോങ്, അങ്ങനെ പല കോൺഷ്യസ്നെസ് ആണ്. പക്ഷേ നമ്മുടെ റിയൽ കോൺഷ്യസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, വെൻ ഐ സേ മൈ ഹാൻഡ്, മൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ. അപ്പം ഞാൻ ആരാണ്? മൈ ഹാൻഡ്, ഞാനെന്നൊരു വ്യക്തി. നിങ്ങൾ ആരാണ്? ഹു ആർ യു? സോ നോട്ട് ജസ്റ്റ് ദ ഫിസിക്കൽ തിങ് ബട്ട് ടു നോ മൈസെൽഫ് മോർ. സോ ഇഫ് ഐ സേ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? മോനിഷ മോഹൻ. മോനിഷ മോഹൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരാണല്ലോ, ദാറ്റ്സ് യുവർ നെയിം. ചിലപ്പം അച്ഛൻ നിങ്ങൾ വേറെ ഒരു ഇതിലാണ് നിങ്ങൾ വിളിക്കുന്നുണ്ടാവുക. അച്ഛൻ എങ്ങനെയാ വിളിക്കുക നിങ്ങൾ? പൊന്നു. ആ, അനിയനോ? ചേച്ചി. ചേച്ചി. അപ്പോൾ യു ആർ ദ സെയിം പേഴ്സൺ ബട്ട് യുവർ പേരൻസ് കോൾ യു ബൈ ഡിഫറെൻറ്റ് നെയിം.
And maybe your friends also. Yeah, they do. How does your friend call you? By maybe different nicknames. Yeah, different. But you, the person is the same, na? Yes, true. അപ്പോൾ മൈ നെയിം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പേരാണ്. Oh. അപ്പോൾ നിങ്ങൾ ആരാണ്? I'll keep on asking this question. Who are you? If I ask you, who are you? I'm a human being. Human being. Okay. Okay. Human being എന്ന് പറഞ്ഞാൽ human being എന്താ ഉദ്ദേശിക്കുന്നത്? We know we are all human beings. I know. റൈറ്റ്. ആനിമലും ഹ്യൂമൻ ബീങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ബീങ്ങിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇൻ മെഡിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഐ ആം ഡിഫറെൻറ്റ് ഫ്രം ദിസ് ബോഡി, എ പോയിന്റ് ഓഫ് ലൈറ്റ്, എ പോയിന്റ് ഓഫ് എനർജി. അതിനെയാണ് നമ്മൾ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. Okay. ഞാൻ ഒരു ചൈതന്യമായ ഒരു ശക്തിയാണ്, ചൈതന്യമായ ഒരു ഊർജ്ജമാണ്. I am an energy body. Right. Okay. അത് ഇവിടുന്ന് drop a line from here, meeting point. ഹൈപ്പോതലമസ് ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും നടുക്കൊരു പോയിന്റ് ഓഫ് ലൈറ്റ്. അതിനാണ് ചില പേര് ആത്മാവ് എന്ന് പറയുന്നത്, ചില പേര് അത് സോൾ എന്ന് പറയുന്നത്, ചില പേര് അത് റൂഹ് എന്ന് പറയുന്നത്. പക്ഷേ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിൽ വി കോൾ ഇറ്റ് ആസ് ദറ്റ് എനർജി, ഊർജ്ജമാണ്. അപ്പം ഈ എനർജി ബോഡി എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസത്തിലും ഉണ്ടെന്നാണോ? യെസ്, എവറിബഡി ഹാസ് എൻ എനർജി. Okay. Right? But how do you know it's exactly there? For example, if a pilot is running an aeroplane, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പൈലറ്റ് എവിടെയാണ് ഇരിക്കുക? ആ കോക്പിറ്റിൽ. ആ കോക്പിറ്റിന് അടുത്താണ് അവൻ്റെ എല്ലാ സെൻസേഴ്സ് ഉണ്ടാവുക. ആ സെൻസേഴ്സ് മൊത്തം എയറോപ്ലെയിനെ കൺട്രോൾ ചെയ്യുന്നത് കോക്പിറ്റിൽ ഇരുന്നിട്ട് പൈലറ്റ് കുറേ സെൻസേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. റൈറ്റ്? ഹി സിറ്റ്സ് റൈറ്റ് ഇൻ ദ ഫ്രണ്ട്. അപ്പോൾ അതേമാതിരി നമ്മുടെ ഇവിടെയും നമ്മൾ പൈലറ്റ് ആരാണ്? ആത്മാവ്. അതിന് സെൻസറി സിസ്റ്റം എന്താണ്? വി സീ ഫ്രം എ ഐസ്, വി ഹിയർ ഫ്രം എ ഇയേഴ്സ്, റൈറ്റ്, വി സ്പീക്ക്. അപ്പം മൊത്തം സെൻസറി ഇവിടെ തന്നെയാണ്. മെയിൻ CPU കൺട്രോൾ സിസ്റ്റം നമ്മുടെ ബ്രെയിൻ ആണല്ലോ. അപ്പോൾ അവിടെയല്ലേ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടത്. ദാറ്റ് ഈസ് വെയർ ദ എനർജി ഈസ് ദെയർ. പിന്നെ നമ്മൾ പല ശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട്, യുനോ ദ ബ്രിക്കുട്ടി കെ ബീച്ച് മേ, ഇവിടെ മധ്യത്തിൽ ഒരു തളുങ്ങ എന്നൊരു നക്ഷത്രമാണ്. നമ്മൾ ബിന്ദി ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇടും, ചന്ദനക്ക് ഇവിടെ ഇടുക. അതായത് ആത്മാവിൻ്റെ ഇരിക്കേണ്ട സ്ഥലം അതാണ്. അത് തന്നെയാണോ കുണ്ടലിനി? See, Kundalini is a different concept. Kundalini is actually experiencing നമ്മുടെ ഈ എനർജീനെ മെല്ലെ മെല്ലെ സ്ലോലി ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കുണ്ടലിനി ജാഗ്രതം എന്ന് പറയുന്നത്. അതല്ലേ ചക്രാസില്? That's different. See, basically എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പൈനൽ കോഡിൽ ഈ ചക്രാസ് ഒന്നുമില്ല. They are basically the 7 emotional centers. Okay. അപ്പം ഈ ആത്മാവിൻ്റെ 7 ഗുണങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ നമ്മൾ എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അപ്പോഴാണ് ഈ ഓരോരോ ഇമോഷൻസിനെ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എ കുണ്ടലിനി ജാഗ്രത. ഓക്കെ. സോ യു മീൻ ടു സേ, അപ്പം സാർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്പിരിച്വൽ അവേക്കനിങ് മെഡിറ്റേഷനിലേക്ക് കൂടി നടക്കാൻ പറ്റുന്നതാണോ? യെസ്. ഓക്കെ. ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അത് വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഷിഫ്റ്റ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ. നമ്മൾ ഇതുവരെ നമ്മളെ പല ടാഗിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തത് അത് വിട്ടിട്ട് ഞാൻ ഒരു ചൈതന്യമായ ശക്തിയാണ്, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. സെൽഫ് അവയർനെസ്. യെസ്. അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സൊക്കെ കുട്ടികളുടെ പറയാറുണ്ടല്ലോ, യു ഷുഡ് ഹാവ് ലോട്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ. സെൽഫ് കോൺഫിഡൻസിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്താണ്? ആത്മവിശ്വാസം. ഓക്കെ, ആത്മവിശ്വാസം. ആത്മവിശ്വാസം. അപ്പം നമ്മൾ സ്വയംലെ വിശ്വാസം എപ്പോഴാണ് ഉണ്ടാവുക? വെൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം എ പോയിന്റ് ഓഫ് ലൈറ്റ്, ഐ എം എ പോയിന്റ് ഓഫ് എനർജി, ഞാനൊരു തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. സോ ദാറ്റ് അവയർനെസ് ഈസ് റിക്വയർഡ്. ഓക്കെ. ആ അവയർനെസ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഗുണങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തികൾ നമുക്ക് മെല്ലനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഇന്നർ സ്ട്രെങ്ത്തും ഇന്നർ പവർ ഉണ്ടെങ്കിൽ പുറത്തുള്ള സിറ്റുവേഷൻസിന് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, നേരത്തെ നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ, പല പ്രോബ്ലംസ് ഉണ്ട്, പല ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ പ്രോബ്ലം, ഈ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള പവർ ഇല്ല. റൈറ്റ്. സോ നമുക്ക് പേടി എപ്പോഴാണ് ഉണ്ടാവുന്നത്? പേടി എപ്പോഴാണ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഈ പുറത്തിലെ ഈ പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിലെ ശക്തിൻ്റെ കാട്ടി കൂടുതലായിട്ടുണ്ടെങ്കിലാണ് ഈ ഇൻസെക്യൂരിറ്റി വരുന്നത്. ബട്ട് വെൻ വി സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ദ ഇന്നർ പവർ, നമ്മൾ പുറത്തിലെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇമ്മ്യൂണിറ്റി പവറിന് നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞല്ലോ. സോ വെൻ യു സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ദ സെൽഫ് of all these 7 qualities, നമ്മുടെ brain would start releasing happy hormones. അതിനാണ് എൻഡോർഫിൻസും എൻകെഫലിൻസും ഗുഡ് കൊളസ്ട്രോൾ ഒക്കെ പറയുന്നത്. So naturally it will create a healing energy also. Okay. Correct? Okay. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ സ്പിരിച്വൽ ഹെൽത്ത് എന്താണ്? But how do you awaken it? I mean meditation, how does meditation awaken it? Yes. Meditation is a process of realizing the self.
ഇപ്പം ഡോക്ടർ മോനീഷിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു, അപ്പം ജസ്റ്റ് ഇൻഫർമേഷൻ ആണ്. ചിലപ്പം കുറേ പേർക്ക് ഈ ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടാവും. പക്ഷേ മെഡിറ്റേഷനിൽ നമ്മൾ കുറച്ച് സമയം സൈലൻസിൽ ഇരുന്നിട്ട് നമ്മൾ സ്വയം നമ്മൾ ചോദ്യം ചോദിക്കണം, ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആം ഐ ജസ്റ്റ് എ ഗേൾ? ആം ഐ ജസ്റ്റ് എ ഡോട്ടർ? ആം ഐ എ ഡോക്ടർ? ആം ഐ ദിസ് ഫിസിക്കൽ ബോഡി ഓർ ഐ ആം സംതിങ് ഡിഫറെൻറ്റ്? അപ്പം മെല്ലനെ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫർമേഷനെ നമ്മൾ ഈ മെഡിറ്റേഷനിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു തേർഡ് പാർട്ടി ഇല്ലാണ്ട് യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അതാണ് സർ പറയുന്നത്. ഓക്കേ, വൈ ഡു വി റിക്വയർ എ തേർഡ് പാർട്ടി? ഓക്കേ, യെസ്, ദ തേർഡ് പാർട്ടി ക്യാൻ ബി ദേർ. അവർ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ആക്സസിബിൾ ഫോർ എവരിവൺ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. യെസ്, പക്ഷേ സെൽഫിനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തം തന്നെ കുറച്ച് സൈലൻസ് എടുത്തിട്ട് നമുക്കത് കുറച്ച് തന്നെ ഫീൽ ചെയ്യണം. പക്ഷെ പകുതി പ്രോഗ്രാമിൽ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നാ പറയാം. ആ ഒരു ഫുൾ പ്രോസസ്സിലേക്ക് കൂടി കൊണ്ടുപോവാണെങ്കിൽ ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ഒരുപാട് ആൾക്കാരെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കൂടുതൽ സമയം എടുക്കില്ല. ഞാൻ ഐ ജസ്റ്റ് ടേക്ക് 1 minute. ഓക്കെ, അപ്പോൾ ഈ 1 minute നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഹാഫ് എ മിനിറ്റ്, ഒരു 30 സെക്കൻഡ് മോനിഷയ്ക്ക് ഈ സമയത്ത് സൈലൻസിൽ ഇരുന്നിട്ട് എന്തൊക്കെയാ തോട്ട്സ് വരുന്നത്, ആ തോട്ട്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, സൈലൻസിൽ ഇരുന്നിട്ട്. പിന്നെ അപ്പം തോട്ട്സ് ഇങ്ങനെ വരും, സങ്കല്പങ്ങൾ മനസ്സിൽ വരും, അത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. പിന്നെ മെല്ലനെ റൈറ്റ് നിങ്ങൾ തന്നെ മനസ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കണം, യു ക്രിയേറ്റ് യുവർ ഓൺ തോട്ട്. അപ്പോൾ എന്താ തോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഹൂ ആം ഐ. അപ്പോൾ അത് നിങ്ങൾ പല തവണ അത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സ് വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ അത് അവയർനെസ് ആയിരിക്കണം. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പോൾ വീണ്ടും മനസ്സിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് അതേ ചോദ്യം ചോദിക്കണം, ഹൂ ആം ഐ, ഞാൻ ആരാണ്? കുറച്ച് സൈലൻസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഞാൻ ഈ ശരീരമല്ല, ഐ ആം നോട്ട് ദിസ് ഫിസിക്കൽ ബോഡി. ഞാൻ ഈ ശരീരത്തിനെ കാട്ടി വ്യത്യസ്തമായ ആരോ ആണ്. അപ്പം എല്ലാം നിങ്ങൾ ആ മനസ്സുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫീൽ ചെയ്യണം, ഐ എം ഡിഫറെൻറ്റ് ഫ്രം ദിസ് ബോഡി, എ പോയിന്റ് ഓഫ് ലൈറ്റ്. ഒരു തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്, ഒരു ജ്യോതിയാണ്, ഒരു പ്രകാശമാണ്. കറക്റ്റ്. ആ ഫീലിംഗിലേക്ക് നിങ്ങൾ വരണം. കറക്റ്റ്. അപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ they'll be able to understand a little bit at least. യെസ്, ഇത് നമ്മൾ മെഡിറ്റേഷനിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രാക്ടീസ് ആണ്. അതിനുവേണ്ടി ഇനീഷ്യലി കുറച്ച് സൈലൻസിലെ എൻവയറമെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര കൂടുതൽ ഒച്ചപ്പാട് ബഹളത്തിലും യു ക്യാൻ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് സൈലൻസ്. It takes time. It takes a little bit of time. It will take a little bit of time, but have patience and you will be able to do that. അപ്പോൾ ഇപ്പം 1 മിനിറ്റിന് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ട്രൈ ചെയ്യാം. ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നോളൂ. ജസ്റ്റ് ബി റിലാക്സ്ഡ്, ബി ഈസി. ഇനി കുറച്ച് സമയത്തേക്ക് മനസ്സിൽ വരുന്ന ആ തോട്ട്സിനെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ. കണ്ണടക്കണം അങ്ങനെ എന്തുകൊണ്ട്? സി വിച്ച് യു ആർ കംഫർട്ടബിൾ. വേണമെങ്കിൽ കണ്ണടച്ചോളൂ, കുഴപ്പമില്ല. തൽക്കാലം ഇനീഷ്യൽ സ്റ്റേജിൽ വേണമെങ്കിൽ കണ്ണടച്ചോളൂ, ജസ്റ്റ് ടു അവോയ്ഡ് ദ ഡിസ്ട്രാക്ഷൻസ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണ് തുറന്നിട്ടും നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റിൽ എക്സ്പീരിയൻസ് ദിസ് സെൽഫ്. വൈ നോട്ട്? Why not? Oh, that is a meditating lifestyle. Yes. That is a meditative lifestyle. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്ന സമയത്തും നമ്മൾ വി ആർ കണക്റ്റഡ് വിത്ത് ദ സെൽഫ്. പക്ഷേ ഇനീഷ്യലി ചെയ്യുവാണെങ്കിൽ യു ക്യാൻ കീപ് യുവർ ഐസ്. അങ്ങനെയാകുമ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പീസ് കൊടുക്കും. അബ്സല്യൂട്ട്ലി. അങ്ങനെയാണ് ഡോക്ടറൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല സിറ്റുവേഷനുള്ള സമയത്ത് യു ആർ സ്റ്റിൽ ഇൻ ദറ്റ് പോസിറ്റീവ് എനർജി. Although there are challenges, but still you feel yourself energetic because you are in that original consciousness. Okay. Spiritual healthന് energize ചെയ്യാനാണല്ലോ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അത് ഫിസിക്കൽ ഹെൽത്തിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? 100%. Okay. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആണ്, മനസ്സ് വളരെ പീസ്ഫുൾ ആണെങ്കിൽ ആ പോസിറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിന് ഓരോരോ സെല്ലിലേക്കും പോകുന്നുണ്ടല്ലോ. ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, പേടി, ഭയം, ഇറ്റ് വിൽ എഫക്ട് യുവർ ഫിസിക്കൽ ഹെൽത്ത്. ഇറ്റ് വിൽ ഡിസ്റ്റർബ് യുവർ ഇമ്മ്യൂണിറ്റി. അതേമാതിരി നല്ല പോസിറ്റീവ് വൈബ്രേഷൻസ്, പോസിറ്റീവായ എനർജി ഫ്ലോ പോസിറ്റീവ്ലി ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ. റൈറ്റ്. അത് 100% ഹെൽപ്പ് ചെയ്യും. കറക്റ്റ്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു 1 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റിലാക്സ് യുവർ സെൽഫ്. വളരെ കംഫർട്ടബിളായ പൊസിഷനിൽ ഇരുന്നോളൂ. ഒരു 1/2 മിനിറ്റത്തേക്ക് മനസ്സിന് വരുന്ന എല്ലാ സങ്കല്പങ്ങളും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. Just keep observing all the thoughts coming to your mind. What thoughts are coming? Just be a detached observer.
slowly ask a question to yourself. നിങ്ങൾ തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ ആരാണ്? Who am I? All what I was thinking about the self is not the real self. ഇതുവരെ ഞാൻ ചിന്തിച്ചത് ഞാൻ ആരാണ്, ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ സത്യമായ പരിചയമല്ല. ഇതൊക്കെ ജസ്റ്റ് കുറച്ച് ലേബിൾസാണ്. പക്ഷെ ഞാൻ ഇതിനേക്കാൾ വ്യത്യസ്തമായ ആരുമാണ്. കുറച്ച് സമയത്തേക്ക് ഫീൽ ചെയ്യുക. ഞാൻ ബ്രിക്കുട്ടീൻ്റെ നടുക്ക് ഒരു ചൈതന്യമായ ഊർജയാണ്. ഞാൻ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ജ്യോതി സ്വരൂപമാണ്. ഐ ആം ദിസ് ലൈഫ് എനർജി. ഞാനൊരു ഊർജയാണ്. ഞാനൊരു ശക്തിയാണ്. I am a sparkling point of light. Om Shanti. Om Shanti. Om Shanti. I feel relaxed. Yes. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. Okay. റിയലൈസിങ് ദ സെൽഫ്, റൈറ്റ്? ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ സെൽഫിനെ പറ്റി അറിഞ്ഞാൽ നമ്മുടെ പേടി എങ്ങനെയാണെന്ന് കുറയുന്നത്. കറക്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി ഇപ്പം വളരെ കൂടുതൽ ഇമോഷൻസിലെ പേടിയും ഭയമാണല്ലോ. ഏറ്റവും വലിയ പേടിയിലെ ഇമോഷൻസാണ് ഫിയർ ഓഫ് ഡെത്ത്. ട്രൂ. മൃത്യുവിൻ്റെ ഭയം, മരണത്തിൻ്റെ ഭയം. പക്ഷെ ഞാനൊരു ചൈതന്യമായ ഊർജ്ജമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, റൈറ്റ്? ആ എനർജി കുറച്ച് സമയം റോൾ പ്ലേ ചെയ്യും ഒരു റോളിൽ. കുറച്ച് കഴിഞ്ഞിട്ട് ആ ആത്മാവ് ആ ശരീരം വിട്ടിട്ട് വേറൊരു റോളിലേക്ക് പോവാണ്. അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ. ഈ ഒരു യഥാർത്ഥമായ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഷുവർ. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ സ്പിരിച്വൽ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് മെഡിറ്റേഷനിലൂടെ സ്പിരിച്വൽ എനർജീനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരിക്കലെങ്കിലും ഇന്ന് നമ്മൾ ചെയ്ത മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഹെൽപ്പ് ചെയ്യുമോ ഇല്ലയോ നോക്കുക. സോ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, എങ്ങനെ ഈ ദ ഐഡിയ ഓഫ് നോട്ട് ഡൈയിങ് അല്ലെങ്കിൽ ഒരിക്കലും മരിക്കില്ല എന്നുള്ള ഒരു ഐഡിയ എനിക്കറിയില്ല, പക്ഷേ നമുക്കൊന്ന് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് കൂടുതൽ സ്വാമി സാറിനോട് സംസാരിക്കണം. സോ നെക്സ്റ്റ് എപ്പിസോഡ്. സോ താങ്ക് യു. ഓം ശാന്തി.